കർത്താവിൽ പ്രസിദ്ധനായ ദൈവദാസൻ ഇന്നയാള് പ്രസംഗിക്കുന്നു എന്നൊക്കെ നമ്മുടെയൊക്കെ നോട്ടീസിൽ, പോസ്റ്ററുകളിൽ, സാധാരണ നിലകളിൽ കാണുന്ന ഒരു വാക്കാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ഒരാളെ കുറിച്ച്, സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന തിരുവെഴുത്തുകൾക്കകത്ത് ഒരാളെ കുറിച്ച്, അവൻ കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് റൂഫസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലാണ് ആ പരാമർശം. കർത്താവിൽ പ്രസിദ്ധനായ റൂഫസിനെയും എനിക്കും അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ. റൂഫസേ, നീ എങ്ങനെയാണ് കർത്താവിൽ പ്രസിദ്ധനായത്? നീ ആരുടെ മകനാണ്? നിന്റെ പിതാവ് ആരാണ്? ഈ പിതൃത്വം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പന്മാരുടെ, അമ്മമാരുടെ എന്നല്ല, അപ്പന്മാരുടെ മേളിൽ കിടക്കുന്ന ശാപമാണ് അടുത്തടുത്ത തലമുറകളിലേക്ക് കടന്നു വരുന്നത്. പിതാക്കന്മാരുടെ അകൃത്യം മക്കളിലേക്ക്, പിതാക്കന്മാർ, അമ്മമാരെന്നല്ല. അതൊരു പുരുഷന്മാരെല്ലാം ഒന്ന് കൈ ഉയർത്തി പിടിച്ചേ. മര്യാദക്കൊക്കെ ജീവിച്ചോണം പിള്ളേരെ ഓർത്ത്. എന്താണ് റൂഫസേ നീ പ്രസിദ്ധനായത്? നീ കർത്താവിൽ പ്രസിദ്ധനാകാൻ എന്താണ് കാരണം? വേറെ ആരെക്കുറിച്ചും ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശം ഇല്ലല്ലോ. കാരണമുണ്ട്. എൻ്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ എന്ന പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട്. അത് എൻ്റെ ജീവിതമാണ്, ഞാൻ കാണുന്ന കാര്യമാണ്, ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചിലർ അനുഗ്രഹിക്കപ്പെടാനും ചിലർ അനുഗ്രഹിക്കപ്പെടാതിരിക്കാനും ദൈവത്തിന് ദൈവത്തിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. ഞാൻ ഇങ്ങേരെക്കായാലും ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണല്ലോ. ഞാൻ ഇങ്ങേരെക്കായാലും നല്ല എക്സ്ട്രാ ഡീസന്റ് ആയിട്ട് നിൽക്കുന്ന ആളാണല്ലോ. പക്ഷെ എനിക്കെന്താണ് ഇങ്ങേർക്കുള്ള ഫേവർ എനിക്കുണ്ടാകാത്തത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് പാസ്റ്റർ അല്ല, അതിന് ഉത്തരം പറയേണ്ടത് വിശ്വാസിയല്ല, അതിന് ഉത്തരം പറയുന്നത് ദൈവമാണ്. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. മർക്കോസ് 15:21 ഈ പിള്ളേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അലക്സാണ്ടറിനെയും റൂഫസിന്റെയും അപ്പനായി. മർക്കോസ് 15:21 വായിക്കാം. അലക്സാണ്ടറിന്റെയും റൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവിടെ ക്രൂശ് ചുമക്കുവാൻ അവർ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി. അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും അപ്പനായി. ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ എഴുതിയ? ആ വ്യക്തി കുരിശ് ചുമന്ന ആളുടെ പേര് മാത്രം എഴുതിയാ പോരെ? ഈ പിള്ളേരുടെ പേരെന്തിനാ അവിടെ കൊണ്ടുവന്നായി? എന്നാ പിന്നെ പുള്ളിയുടെ ഭാര്യയുടെ പേരോട് എഴുതാൻ എന്താ? ഞാൻ ജനറേഷണൽ ബ്ലെസ്സിങ്ങിൽ വിശ്വസിക്കുന്ന ആളാണ്. കുറേനക്കാരനായ ശീമോൻ ആ വയലിൽ നിന്ന് ആ മനുഷ്യൻ കയറി വരുമ്പോൾ വളരെ പുച്ഛത്തോടെയും അപമാനത്തോടെയുമാണ് ആ മനുഷ്യനെ ആ സമൂഹം നോക്കിക്കണ്ടത്. അന്നത്തെ കാലത്തെ യഹൂദന്മാരുടെ ഇടയിൽ ഒരു താണജാതിക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഈ കുറേനക്കാർ എന്ന് പറയുന്നത്. എല്ലാവരും ആ കണ്ണോട് തന്നെയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ക്രൂശ് താങ്ങാൻ കർത്താവിനെയും തന്റെ ശരീരത്തെയും ഒന്ന് സഹായിക്കാൻ കുറേനക്കാരനായ ശീമോൻ സഹായിച്ചത് കർത്താവായ യേശു ആ ആ ബോഡിയാണ്. ക്രൂശ് താങ്ങിയപ്പോ
കുറേനക്കാരനായ ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല തൻ്റെ ഒരു മകൻ ഗവർണർ ആകുമെന്നും അംബാസിഡർ ആകുമെന്നും മറ്റൊരു മനുഷ്യൻ കർത്താവിൽ പ്രസിദ്ധനാകുമെന്നും. അദ്ദേഹത്തിന്റെ ഭാര്യ കർത്താവിന്റെ വേലയിൽ അപ്പോസ്തലന്മാർക്ക് പ്രിയപ്പെട്ടവളായി തീരുമെന്നും ഒരിക്കലും ചിന്തിച്ചതല്ല. ദൈവവേലയ്ക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി ചുമൽ താങ്ങുമ്പോ, അത് ജീവിതത്തിൽ ദൈവം നിനക്ക് അനുഗ്രഹിക്കപ്പെടാൻ തന്നൊരു ഒരു 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 അവസരമാണ്. കൈ കൊടുത്ത് പറഞ്ഞേ, നിനക്ക് രക്ഷപ്പെടാൻ തന്നൊരു അവസരമാണത്. അലക്സാണ്ടറും റൂഫസും കർത്താവിൽ അനുഗ്രഹീതരാകാൻ, പ്രസിദ്ധരാകാനുള്ളതിന്റെ കാരണം തമ്പുരാന്റെ ക്രൂശ് താങ്ങാൻ അല്പസമയം അവസരം കിട്ടിയ അതൊരവസര. ഞാനത് പറഞ്ഞു, അതൊരവസര. അതുകൊണ്ട് ആലയത്തിന് വേണ്ടിയും കർത്താവിന്റെ നാമത്തിന് വേണ്ടിയും നിങ്ങൾ കൈത്താങ്ങലുകൾ ചെയ്യുന്നവരാണെങ്കിൽ, യാതൊരു തരത്തിലുള്ളതായ ആത്മീയതയോ ആത്മീയ അനുഭവങ്ങളോ ഇല്ലാത്ത വ്യക്തിത്വങ്ങൾ പഠിപ്പിക്കുന്ന പഠനങ്ങൾ കേട്ടും നിങ്ങൾ തകർന്നു പോകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് താങ്ങിയ ശിമയോന്റെ തലമുറയെ അനുഗ്രഹിച്ചെങ്കിൽ, മോശയുടെ കൈ താങ്ങിയ ഹൂരിന്റെ തലമുറയെ ആലയം പണിയാനും ആത്മീയ ശുശ്രൂഷയ്ക്കും ദിവ്യാത്മാവിനാൽ നിറച്ച്, ജ്ഞാനത്താൽ നിറച്ച്, ആ ഡിവൈൻ വിസ്ഡം കൊടുത്ത് ദൈവം ഉപയോഗിച്ചെങ്കിൽ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ ചർച്ച് എന്ന് പറയുന്നത് അത്ര ആലയത്തിന്റെ പണികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അത്രയും പ്രാധാന്യത കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യകതയുണ്ടോ ഇതിന്? മർക്കോസിന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട്, നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. അവൻ ശിഷ്യന്മാർ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവീൻ, അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്ന ഇടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുവാനുള്ള ശാല എവിടെ എന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുവീൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. കർത്താവിന് തന്റെ ശിഷ്യന്മാരുടെ കൂടെ പെസഹ ഒരുക്കണം. അതിന്റെ ഒരു പ്രധാന ശുശ്രൂഷ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ, നമ്മുടെ തിരുവത്താറ് ശുശ്രൂഷയൊക്കെ നിങ്ങൾ കാണുന്നവരാണല്ലോ. അതുപോലെ ഒന്നിച്ച് കൂടി വന്ന് പെസഹ ആചരിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഇല്ല, ഇവർക്ക് ഒന്നിച്ചിരിക്കാനൊരു ഇടയില്ല. അപ്പോ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു പോകണം, നഗരത്തിൽ ചെല്ലണം. എവിടെ? നഗരത്തിൽ. സിറ്റിയിൽ തരാം, സിറ്റിക്കകത്ത് നഗരത്തിൽ ചെല്ലണം. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. ഹല്ലേലൂയ. അവിടെ 13-ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, and there shall meet you a man, not a woman, a man. സാധാരണ നിലയിൽ വെള്ളം കോരാൻ പോകുന്ന ആരാ? സ്ത്രീകളാണോ? ഉറപ്പല്ലേ? പക്ഷെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ, പട്ടണത്തിലോട്ട് പോകുമ്പോൾ, ഒരു പുരുഷൻ, ഒരാള് ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് നിങ്ങളുടെ എതിരെ വരും. അത് സംഭവിച്ചില്ല, സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു പ്രവചനം പോലെ പറയുകയാണ്. അങ്ങനെ ശിഷ്യന്മാര് അവിടെ ചെന്നു. 14-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, അവന്റെ പിന്നാലെ ചെന്നു. അവൻ കടക്കുന്നിടത്ത് വീട്ടുടയവനോട്,
ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെ എന്ന് ചോദിക്കുന്നു, ഗുരു ചോദിക്കുന്നു എന്ന് പറയും. ഇപ്പൊ ഇതാരുടെ ആവശ്യമാണ്? ഇതാരുടെ ആവശ്യമാണ്? ഉറക്കെ പറഞ്ഞു, ഇത് ഗുരുവിന്റെ ആവശ്യമാണ്. ഗുരുവിന്റെ ആവശ്യം. ഉറക്കെ പറ, ഗുരുവിന്റെ ആവശ്യം. ഇതാരുടെ ആവശ്യമാണ്? ഗുരുവിന്റെ ആവശ്യം. ആരാണ് നമ്മുടെ ഗുരു? ഉറക്കെ പറ, യേശു ക്രിസ്തു. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ മാസ്റ്റർ. ആമേൻ. അവനാണ് നമ്മുടെ എല്ലാം. ആമേൻ. അപ്പം ഇത് ശിഷ്യന്മാരുടെ ആവശ്യമല്ല, ഇത് കർത്താവിന്റെ ആവശ്യമാണ്. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ഒരു കുടുസുമുറി, വൃത്തിഹീനമായി കിടക്കുന്ന, എലിയും പാറ്റയും ഓടുന്ന, കേറിച്ചെന്ന് കണ്ടാൽ കുത്തിയിരിക്കാൻ തോന്നാത്ത ഒരു മുറി നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനാണോ? പിന്നെ വിരിച്ചൊരുക്കിയ, ഇന്നത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഒരു വൺ സെറ്റപ്പ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അതെന്തിനാ വൻമാളിക? അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇംഗ്ലീഷിൽ വായിക്കട്ടെ. And he will show you a large upper room furnished and prepared. Furnished and prepared. അങ്ങനെ ഒരെണ്ണം കൊട്ടാരക്കര ഉണ്ടാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ഒന്ന് കര അടിച്ച് കർത്താവ് അങ്ങനെ ഒരെണ്ണം. എന്റെ ചോദ്യം ഇതാണ്: ഇത്രയും അത്ഭുതങ്ങളൊക്കെ കാട്ടിയ കർത്താവിന് ഇത് തന്നെത്താൻ കണ്ടുപിടിച്ച് തന്നെത്താൻ ചെന്ന് ഇത് അറേഞ്ച് ചെയ്ത് നമ്മളൊക്കെ കല്യാണം വിളിക്കുന്ന പോലെ ശിഷ്യന്മാരെ വിളിച്ചാ പോരായിരുന്നോ? പക്ഷെ കർത്താവ് പറഞ്ഞത്, എനിക്ക് പെസഹ ഒരുക്കാനുള്ള ശാല നിങ്ങൾ സെറ്റാക്കണം. തയ്യാറുള്ളവരെന്ന് കരമടിച്ച് കർത്താവ് 10,000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, 1000 ഒന്നിച്ച് തിരുമേശ എടുക്കത്തക്ക നിലയിൽ, കർത്താവിന്റെ നാമത്തെ സെലിബ്രേറ്റ് ചെയ്യത്തക്ക നിലയിൽ, ഇത് സ്വർഗത്തിന്റെ ആവശ്യമാണ്, ഇത് ദൈവരാജ്യത്തിന്റെ ആവശ്യമാണ്. 2 ശമൂവേലിന്റെ പുസ്തകം ഞാൻ വായിക്കുമ്പോൾ അന്ന് അതിന്റെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും അതിന്റെ 2-ാമത്തെ വാക്യവും 3-ഉം 4-ഉം ഭാഗങ്ങളൊക്കെ ഭയങ്കരമാണ് കേട്ടോ. അത് ഒന്ന് ഉറക്കെ വായിക്കാവോ? യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത്, ദാവീദ് രാജാവ് തന്റെ അരമനയിൽ വസിക്കുന്ന കാലത്ത്, ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്കകത്ത്. ഇത് രാജാവിന്റെ സങ്കടമാണ്. രാജാവ് പറയാണ്, ഞാൻ നല്ല വീട്ടിൽ താമസിക്കുന്നു, ദൈവം എനിക്ക് വേണ്ടതെല്ലാം നൽകിയിരിക്കുന്നു, പക്ഷെ എന്റെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലകൾക്കകത്ത് യോഗ്യമല്ലാത്ത ഒരിടത്തിരിക്കുന്നു. അതിനുവേണ്ടി യോഗ്യമായ ഒരിടം ഉണ്ടാകണം, ജനത്തിന് ഒന്നിച്ചു വന്ന് അവന്റെ നാമത്തെ ഉയർത്തുവാൻ, ആരാധിക്കുവാൻ. 4-ാമത്തെ വാക്യത്തിൽ, അന്ന് രാത്രിയിൽ നാഥാൻ പ്രവാചകനോട് ദൈവം ഇടപെടുകയാണ്, എന്റെ ദാസനായ ദാവീദിനോട് നീ ചെന്ന് പറക, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ അധിവസിക്കേണ്ടതിന് നീ എനിക്കൊരാലയം പണിയുമോ? ഞാൻ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച നാൾ മുതൽ ഇന്ന് വരെയും ഞാനൊരാലയത്തിൽ അധിവസിക്കാതെ കൂടാരത്തിലും നിവാസത്തിലുമല്ലോ സഞ്ചരിച്ചു വരുന്നത്. ഇത് ദാവീദ് പറഞ്ഞതല്ല, ഇത് നാഥാൻ പ്രവാചകൻ പറഞ്ഞതല്ല, ഇത് യഹോവയുടെ അരുളപ്പാടാണ്. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചോട്ടെ, അപ്പൊ ദൈവം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ? പറഞ്ഞേ, കൊടുക്കുന്നില്ലേ? പക്ഷെ ഇതിനകത്ത് എവിടെയാണെന്ന് അറിയാം പാസ്റ്റേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്? ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ദൈവം തമ്പുരാൻ പറയുകയാണ്, ഹഗായി 1:8, നിങ്ങൾ മലയിൽ ചെന്ന്
മരം കൊണ്ടുവന്ന് ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. അപ്പോ മലയിൽ പോകേണ്ടതും മരം കൊണ്ടുവരേണ്ടതും ഇതിനു വേണ്ടുന്ന കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതും നാം ഓരോരുത്തരുമാണ്, അല്ലേ? മനുഷ്യരോടല്ലേ ദൈവം അത് പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഞാനതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവിന് ഇതിനകത്ത് ഇച്ചിരി പ്രാധാന്യത ഉണ്ടായിരുന്നത് കൊണ്ടാണ് യോഹന്നാൻ 2:17 എഴുതിയിരിക്കുന്നത്, ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു എന്നൊക്കെ. അവൻ പതിവ് പോലെ ദേവാലയത്തിൽ ചെന്നു എന്ന് ലൂക്കോസ് 4:16 എഴുതിയിട്ടുണ്ട്. അപ്പോ അന്നത്തെ കാലത്തും യേശുവിൻ്റെ കാലത്തും കണ്ടോ, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ അവൻ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. അന്നത്തെ കാലത്തും ജനത്തിന് ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരിടവും സംവിധാനവും ഉണ്ടായിരുന്നു. യേശു അവിടെ പോകുമായിരുന്നു. എത്ര പേര് ആമീൻ പറയും? അപ്പൊ അതുകൊണ്ട് ഇത് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ബൈബിൾ ഇതിനെ ഒരിക്കലും തിരസ്കരിക്കുന്നില്ല, നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഈ പ്രവൃത്തിക്ക് വേണ്ടി ബൈബിളും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, തോളോട് തോൾ ചേർന്ന് നിന്ന് ഒറ്റ ദർശനത്തിൽ, ഒറ്റ അഭിപ്രായത്തിൽ, ഒറ്റ കാഴ്ചപ്പാടിൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി കർത്താവ് നമ്മളെ ഉപയോഗിക്കും. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം.